ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു കുഞ്ഞു പ്രിപ്പറേഷനാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ത്രയ്യുവിൻ്റെ പല്ലട സെറിമണീൻ്റെ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ. എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നും ചെയ്യാനൊന്നും വിചാരിച്ചിട്ടുള്ളതൊന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ സാരി വെച്ചിട്ട് മോക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ വെഡ്ഡിങ്ങിന് നമ്മൾ ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മളെടുക്കുന്ന സാരി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മോക്ക് ഞാൻ 2 പാവാടയും ബ്ലൗസും ഞാൻ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. അതിലൊന്ന് വിഷുവിന് ഇടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലുള്ള ഫോട്ടോഷൂട്ടിൽ മോളിട്ടിട്ടുള്ളത് ഒന്ന് ആ ഒരു പാവാടയും ബ്ലൗസാണ്. പിന്നെ ഒന്ന് അവളുടെ പല്ലട സെറമണിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കേട്ടോ. അങ്ങനെ ഇത് വിഷുവിൻ്റെ ദിവസമാണ് കേട്ടോ. വിഷുവിൻ്റെ ദിവസം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്, ഞാൻ ബാക്കിയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല കേട്ടോ. ഇത് കണ്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അന്നാണ് ഞാൻ ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലത്തെ സെക്ഷനാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഞാനത് മോളുടെ ഡ്രസ്സ് അന്ന് ചേച്ചിയും എല്ലാവരും വന്നപ്പോൾ ഞാൻ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ ഇത് കണ്ടില്ല, വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ഇത് ചെയ്തപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം നമുക്ക് കറക്റ്റ് ഫിറ്റ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കി പരിപാടികൾ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനതിന് ആ ഒരൊറ്റ വർക്ക് മാത്രമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്ത മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാനിങ്ങനെ കണ്ടില്ലേ, ഇത് കുറച്ച് വീതി കൂടുതലാണ് അവളുടെ നെക്കിൻ്റെ ഏരിയയിലൊക്കെ. അപ്പോൾ അവൾക്ക് അത്രയും വേണ്ട. കാരണം തീരെ ചെറുതായതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ പറയുക, നെക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ മടക്കി അതിനുശേഷം മടക്കിയിട്ട് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയൊരു ധാരണയൊന്നുമില്ല, ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനത് ഒന്ന് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. കൈപ്പണികളാണ്, കാരണം എൻ്റെ അടുത്ത് മെഷീനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേപോലെ ഞാനിങ്ങനെ മടക്കി വെച്ചതിന് ശേഷം അതേപോലെ നമ്മൾ മുട്ട് സൂചി വെച്ചിട്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്ര വീതിയൊക്കെ മതി എന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്താണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ കണ്ടത് അവിടെ ഇങ്ങനെ കുടുക്കിൻ്റെ ആ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ അവിടെയൊക്കെ ഈ ഒരു വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ കഴിഞ്ഞു, നമ്മുടെ വിഷുവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിത് തുടങ്ങിയത്. കണ്ടില്ലേ, ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അന്ന് ചേച്ചിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വിഷുവിന്. അപ്പോൾ അവരുണ്ടായിരുന്നു കേട്ടോ അന്ന് വീട്ടിൽ. ഇപ്പോൾ അവരുള്ളത് കൊണ്ട് തന്നെ മോളെ നോക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കാരണം ത്രയ്യു അവരുടെ കൂടെ കളിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ വർക്ക് ചെയ്യാൻ കുറച്ച് ടൈം കിട്ടി എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അപ്പോൾ അതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെ സാരി ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമല്ലേ, നമ്മളെ അമ്മമാരുടെ വെഡ്ഡിങ് സാരി ഇപ്പോൾ കല്യാണത്തിന് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെതിന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെന്താ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മേൻ്റെ സാരിക്ക് വലിയ ഡാമേജൊന്നും ഇല്ലെങ്കിലും അതിൽ 1-2 ഭാഗം നമ്മളിപ്പോൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗത്തോ അങ്ങനെ എന്തോ നമ്മൾ സൂക്ഷിച്ചതിൽ പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട്. ഇങ്ങനെ നല്ല ക്ലോത്താണ്, അതുകൊണ്ട് വലിയ ഡാമേജൊന്നും വന്നിട്ടില്ല. ഇത് ചേച്ചീൻ്റെ മോനാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അവൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അവന് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിൽ. ഞാൻ ആദ്യം അവനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, പിന്നെയാണ് അവൻ വന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, അപ്പോൾ സാരീൻ്റെ ആ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കി ഡ്രസ്സുകളൊക്കെ ഞാൻ ഡിസൈൻ ചെയ്യിച്ചതായിരുന്നു. എൻ്റെ ഹൽദീൻ്റെതായിക്കോട്ടെ, മെഹന്തി, സംഗീത്, പിന്നെ എൻ്റെ റിസപ്ഷൻ ഡ്രസ്സ് എല്ലാം ഞാൻ ഡിസൈൻ ചെയ്യിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് തന്നെ ചോദിച്ചു ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചിലപ്പം സാരി മൊത്തം ഡാമേജായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഫോൾ, ഇങ്ങനെ ഒരു ചെറിയൊരു ഡോട്ട് പോലെ വരും, അങ്ങനെ എന്തോ ചെയ്തതാണ്. അപ്പോൾ നമുക്ക്
നമുക്ക് പുതിയൊരു സാരി ഇട്ട് നമുക്കതിനെ ഇതാക്കിയിട്ട് അവർക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ. വെറുതെ അമ്മേൻ്റെ സാരി നല്ലൊരു സാരിയാണ്, അന്നത്തെ അത്യാവശ്യം നല്ല ഒരു അടിപൊളി സാരിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വെറുതെ അത് വൃത്തികേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ തന്നെ വെച്ചു. പിന്നെ ഇത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് കറക്റ്റ് ഫിറ്റ് അല്ലായിരുന്നു, മോൾക്ക് കുറച്ച് ലൂസായിരുന്നു, കുറച്ച് അധികം തന്നെ ഇത് ലൂസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അവളുടെ തന്നെ ഡ്രസ്സ് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് അവളുടെ സൈസ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇതേപോലെയാണ് കേട്ടോ അളവെടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് വലിയൊരു നിശ്ചയമൊന്നുമില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ഓണത്തിന്, അതായത് മോളുടെ ഫസ്റ്റത്തെ ഓണത്തിന് ഞാൻ അവൾക്ക് വേണ്ടിയിട്ടൊരു പാവാടയും ബ്ലൗസും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനിതിനും പുറപ്പെട്ടിട്ടുള്ളത്. കാരണം ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ അതിൽ കുറച്ച് ഓൾട്രേഷൻസൊക്കെ ഒന്ന് ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പോൾ അതാ കണ്ടില്ല, ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ മീൻസ് കൈ കൊണ്ട് തുന്നിയെടുക്കുകയാണ് കേട്ടോ. അത് അതേപോലെ സൂചി നൂലും വെച്ചിട്ട് ആ ഒരു ഏരിയ മൊത്തമായിട്ട് ഇനി 2 സൈഡും കവർ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസങ്ങളിലായിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇത് അന്നത്തെ ദിവസം തന്നെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ 1-2 ദിവസങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 2 ദിവസം കൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഫുൾ ടൈം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം മോള് അവരുടെ കൂടെ ആണെങ്കിലും അവൾ എന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ കളിച്ചിട്ട് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഇത് മോൾ ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. ഇപ്പോൾ മോൾ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്നിട്ട് എൻ്റെ പരിപാടികളിലായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ഈ ഒരു ഏരിയ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തതിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കണം. കാരണം അവൾക്ക് സൈസ് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സ് കേട്ടോ. പിന്നെ വിഷുവിന് ഇട്ടിട്ടുള്ളത് വലിയ പ്രശ്നം വന്നിട്ടില്ല. ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ എൻ്റെ സാരീൻ്റെ മുകളിൽ തന്നെ ഒരു കസവ് കട്ട് ചെയ്തിട്ട് അത് എനിക്ക് സെൻറ്ററിൽ, അതായത് എൻ്റെ ചെറിയൊരു ഡിസൈനിങ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ മോളുടെ പല്ലട സെറിമണീൻ്റെ സമയത്ത് അവൾ ഇട്ടിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ കസവ് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കസവൊക്കെ വെച്ച് കൊടുത്ത് വലിയ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.